കേരളീയരുടെ ആത്മാഭിമാനം വാനോളമുയർത്തി ആദ്യ മലയാളി ബഹിരാകാശ യാത്രികൻ ഇന്ന് യാത്ര തിരിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് ഒറ്റപ്പാലത്ത് വേരുകളുള്ള ഡോക്ടർ അനിൽ മേനോന്റെ യാത്ര. വൈകുന്നേരം 8:15 സോയൂസ് MS-29 ബഹിരാകാശ പേടകത്തിൽ ഡോക്ടർ അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം യാത്ര തിരിക്കും. ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുമ്പോൾ ലോകം അതിനെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 അനിലും സംഘവും യാത്ര തിരിക്കുക. ഖസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.1 എ റോക്കറ്റിലാണ് പേടകത്തെ വിക്ഷേപിക്കുന്നത്. സോയൂസ് പ്രോഗ്രസ് പേടകം രാത്രി 11:30 കഴിഞ്ഞ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ സെനത്ത് കവാടവുമായി ബന്ധിപ്പിക്കപ്പെടും. തുടർന്ന് നാളെ പുലർച്ചെ 1 മണിയോടെ കവാടങ്ങൾ തുറക്കുകയും അനിലും സംഘവും നിലയത്തിലേക്ക് കടക്കുകയും ചെയ്യും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന 8 മാസത്തോളം ചാന്ദ്ര ചൊവ്വ ഗവേഷണത്തിലായിരിക്കും മൂവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റഷ്യക്കാരായ പ്യോത്യർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരാണ് അനിലിന്റെ കൂടെ സഹയാത്രികരായുള്ളത്. അനിലിന്റെ അച്ഛൻ ശങ്കരമേനോൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. പാതി മലയാളിയായ അനിൽ മേനോൻ ജനിച്ചതും വളർന്നതും അമേരിക്കയിലായിരുന്നു. 2014 നാസയിൽ ഫ്ലൈറ്റ് സർജനായി എത്തിയ അനിൽ എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറായി ബഹിരാകാശ ഗവേഷകരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ചരിത്ര നേട്ടത്തിലേക്ക് എത്താൻ അനിൽ താണ്ടിയ ദൂരം ചെറുതല്ല. ന്യൂസ് ഡെസ്ക്. Not wrong. Echoes rewind, spin back the dial, drunk on the charm of this retro style. Finger snap.